ജയിൽ നോമിനേഷനിലേക്ക് ഋഷീനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ജാസ്മിൻ പറഞ്ഞൊരു സംഭവം അത്ര നല്ലതായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ പറഞ്ഞത് ഋഷി ആരുടെയോ അടിമയായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. അൻസിബേനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഋഷി എല്ലാം അൻസിബ പറയുന്നത് അനുസരിച്ചാണ് ചെയ്യുന്നത് എന്നാണ് ജാസ്മിൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഋഷിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ HR എന്നൊരു ക്യാരക്ടർ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത് പവർ ടീമായിരുന്നു മറ്റേ ഹോട്ടൽ ടാസ്കിൽ ഓണേഴ്സ്. അപ്പോൾ ഓണേഴ്സിനോടും കൂടി എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ചോദിക്കുന്നുണ്ട് ഋഷി ഇടയ്ക്ക് പോയിട്ട്. അത് മാത്രമാണ് ഒരു ഇതായിട്ട് തോന്നിയത്. പക്ഷേ അവരും കൂടി അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഓണേഴ്സിനോട് പോയി ചോദിച്ചത്. അതൊരു പവർ ടീമിനോട് എല്ലാം ചർച്ച ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാതിരുന്നാൽ മതി. അത് ആ ടാസ്കിന് ഇതേ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഋഷി നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് പറയാം. കുഴപ്പങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഋഷിക്ക് പറ്റുന്ന പോലെ ഋഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നത് അൻസിബയുടെ ഒരു അടിമേനെ പോലെയാണ് ഋഷി ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ വെച്ചോ. അൻസിബയുടെ അടിമയാണ് ഋഷി, അല്ലെങ്കിൽ ഋഷിക്ക് തന്നെ കളിക്കാനുള്ള കഴിവില്ല, എല്ലാം വെച്ചോ. അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ഈ ജാസ്മിന് തന്നെ കളിക്കാനുള്ള കഴിവുണ്ടോ? ഈ 50 ദിവസം ജാസ്മിൻ കളിച്ചത് ഈ ഗബ്രിയുമായിട്ട് കോംബോ കളിച്ചാണ് ജാസ്മിൻ 50 ദിവസം കൊണ്ടുപോയത്. ഇത്രയല്ല, ഗബ്രീനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആൻസർ പറയുന്നത് ജാസ്മിൻ ആയിരിക്കും. പുലീനെ പോലെ ചികിറി വരുന്ന ജാസ്മിനാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ആരാണ് ശരിക്കും അടിമ? ഈ ഋഷി അൻസിബയുടെ അടിമയാണെന്ന് പറയാനുള്ള യോഗ്യത ജാസ്മിനുണ്ടോ? ജാസ്മിനല്ലേ ശരിക്കും ഗബ്രിയുടെ അടിമയായിരുന്ന ആൾ. ഇപ്പോൾ ഗബ്രി പോയതിന് ശേഷമാണ് ജാസ്മിൻ ഗെയിമിലേക്ക് ഒന്ന് ഇറങ്ങിയേക്കുന്നത്. പക്ഷേ ഗബ്രി പോയതിന് ശേഷം ഇത്ര ദിവസമായിട്ടും ജാസ്മിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കുറേ ഡ്രാമ കളിച്ച് വീണ്ടും നടക്കുന്നുണ്ട്. കുറച്ച് സങ്കടം അഭിനയിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സിമ്പതി നേടാൻ ഓരോന്ന് കാണിച്ചിട്ടാണെങ്കിലും. പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെ പൊക്കി പറയാം വേറെ നമ്മുടെ ബിഗ് ബോസിൻ്റെയും കുറച്ച് ഓരോരോ വാചകങ്ങളും വരുന്നത് കൊണ്ട് ജാസ്മിൻ അങ്ങനെ പോകുന്നു എന്നല്ലാതെ ജാസ്മിന് തന്നെ നിന്ന് കളിക്കാനുള്ളൊരു ഗട്ട്സ് ഉണ്ട് എന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.